വെള്ളം പൊട്ടിയ കുഴപ്പമില്ല, സംസ്ഥാനങ്ങളൊന്നുമില്ല. കേരളത്തിന് 5 ജില്ല കാണുന്നില്ല, എത്രയുണ്ട്. ഈ 130 കൊല്ലമായിട്ട് പരിസ്ഥിതി ലോല പ്രദേശത്ത് കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ തന്നെ 1300 താഴെയാണ് ഇപ്പൊ പരിസ്ഥിതി ലോലം. അതൊക്കെ എന്നെ മനസ്സിൽ വെച്ചേക്കാൻ പ്രവേശിച്ചാൽ മതി. അവരെന്നോട് പറഞ്ഞതൊക്കെ എന്റെ മനസ്സിലുണ്ട്. ഞാൻ ഗെറ്റാവട്ട് പറഞ്ഞ് ഇറക്കി വിടേണ്ടി വന്നു, മനസ്സിലായില്ലേ? 100 കോടി രൂപ. ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല. ഞാൻ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ ആയിരുന്നപ്പോ 5 പ്രാവശ്യം നമ്മുടെ മുല്ലപ്പെരിയാർ സന്ദർശിക്കുകയും ഈ ഡാം പൊളിച്ചു മാറ്റി വേറെ പുതിയ ഡാം പണിയെന്ന് പറയുകയും ചെയ്തയാളാണ്. റിപ്പോർട്ട് നിയമസഭ വെച്ച് പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഇത് ഡാം പൊളിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പോകുന്നതിന്റെ 2ാമത്തെ ദിവസം ഈ ഈരാറ്റുപേട്ട വന്ന് തമിഴ്നാട്ടിൽ നിന്ന് വലിയ കൂടിയ ആളുകൾ. നമ്മളെ റോഷി അഗസ്റ്റിൻ അദ്ദേഹം MLA ആയിരുന്നപ്പോ പറയുന്ന വർത്തമാനമല്ല ഇപ്പോ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത്. റോഷി അഗസ്റ്റിൻ മുഖ്യമന്ത്രിയും പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ 130 കൊല്ലം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമും സുരക്ഷിതമാണെന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഇവന്മാർ എന്ന സയന്റിസ്റ്റുകളായി IIT റൂർക്കി പറഞ്ഞിരിക്കുക എന്താ വലിയ അപകടമാണ്. പറയട്ടെ, ലോകം മുഴുവൻ 50 കൊല്ലം മാത്രമേ ഒരു ഡാമിന് ആയുസ് പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും ആ 50 കൊല്ലം കഴിഞ്ഞ് അത് ഡീമോളിഷ് ചെയ്ത് വേറെ ഡാം പണിയും. കേരളത്തിൽ വെറും തുർക്കി കൊണ്ടുണ്ടാക്കി ഡാം 1886 പണി തുടങ്ങി 1896 കമ്മീഷൻ ചെയ്തതാണ്. അപ്പൊ 130 കൊല്ലമായി കമ്മീഷൻ ചെയ്തിട്ട് ആ ഡാമിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നത്? നിയമസഭയുടെ 5 നിയമസഭാ കമ്മിറ്റികൾ അവിടെ പരിശോധിച്ചിട്ട് ഇത് വലിയ അപകടകരമാണ്, വേറെ ഡാം പണികളെന്ന് പറയുക മാത്രമല്ല തമിഴ്നാടും കേരളവും ചേർന്നുകൊണ്ട് ഇപ്പോഴത്തെ ഡാമിൽ നിന്ന് 1300 അടി താഴെ വളരെ വ്യക്തമായി കണ്ടുപിടിച്ചിട്ടുണ്ട് സ്ഥലം പുതിയ ഡാം പണിയാൻ. അതെല്ലാം തട്ടിട്ട് ഇപ്പൊ ഡാം വേണ്ടെന്ന് പറയുന്നതിന്റെ അർത്ഥം ഇവിടെ ആരും തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതിനെതിരല്ല, വെള്ളം കൊടുക്കണം. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം. ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. അല്ലാതെ തമിഴ്നാടിന് 5 ജില്ലകളിലെ ജനത്തിന് വെള്ളവും കൃഷിയും ഈ വെള്ളമാണ്. അത് കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല, അത് കൊടുത്തേ പറ്റൂ. അത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ തിന്നാന്ന്. പക്ഷെ അത് കൊടുക്കുന്ന നമ്മൾ മനുഷ്യത്വം കാണി കൊടുക്കണം. പക്ഷേ അതിനുവേണ്ടി നമ്മുടെ 35 ലക്ഷം 5 ജില്ലയിലെ ജനങ്ങളെ മുഴുവൻ ഭീതിയിലാട്ടോ. ഒരു മനുഷ്യൻ കിടന്നുറങ്ങാൻ പറ്റാത്ത നിലയെ പേടിച്ചിട്ട് എപ്പം വെള്ളം ചാവും. വയനാട്ടിലെ ദുരന്തം കണ്ടില്ലേ? അത് തന്നെയല്ല, ഈ മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്ന സ്ഥലം ഈ നമ്മുടെ വളരെ സെൻസിറ്റീവായ ഏരിയ ആണെന്ന് സയന്റിസ്റ്റുകൾ മുഴുവൻ പറഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അത് ഒളിച്ചു മാറ്റി വേറെ പണിയുന്നതിന് ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്താ? വെള്ളം കൊടുക്കുകയെന്ന് പറയുന്നത് പിന്നെ ഇത് അവർക്ക് വിഷമം. തമിഴ്നാട്ടിലെ ജനങ്ങളെ പേടിപ്പിക്കേണ്ട കാര്യം, തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറയണം, നിങ്ങൾക്ക് വെള്ളം, ഞങ്ങൾക്ക് ജീവൻ. അവർ സമ്മതിക്കും. ഇവിടെ സമ്മതിക്കേണ്ട കാര്യം, അവരെ സമ്മതിച്ചില്ലേ പോലും നമുക്ക് സമ്മതിക്കും. അത് തന്നെയല്ല, വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 8000 ഏക്കർ സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത്. 100 ഏക്കർ അനുബന്ധ കർണങ്ങൾക്ക് 8001 ഏക്കർ സ്ഥലമുണ്ട്. ആകെ കിട്ടിക്കൊണ്ടിരിക്കുന്ന 1 ഏക്കർ 5 രൂപയാണ് കിട്ടുന്നത്. മതിയോ? എന്തിനാണ് അത് വേണ്ട നോക്കാൻ പാടില്ലേ? 1970 മെയ് മാസം 29 അച്യുതമേനോൻ വന്ന പുള്ളി കയറി ഒപ്പിടിച്ചു. അതായതൊക്കെ കുഴപ്പമാക്കി. അതിനകത്ത് ഈ 5 എന്നുള്ള 30 ആക്കി. പക്ഷെ വൈദ്യുതി ഉത്പാദിക്കാൻ അവർക്ക് അവകാശമില്ലാതിരുന്ന മുഖ്യമന്ത്രി അച്യുതമേനോൻ ആയിരുന്നപ്പം ഒപ്പിട്ട് കൊടുത്തപ്പം മുൻകാല പ്രാബല്യത്തിൽ വൈദ്യുതി ഉത്പാദിക്കാനുള്ള അനുവാദം അവർക്ക് വിട്ടുകൊടുത്തു. അതോടെ നമ്മൾ പണി പൊളിഞ്ഞു. തീർച്ചയായിട്ടും നമ്മള് അച്യുതമേനോൻ എന്തുകൊണ്ട് ഇങ്ങനെ കാണിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ അദ്ദേഹത്തെ മോശമാക്കാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തോ ഫൗൾ പ്ലേ അതിനകത്തുണ്ടെന്ന് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലേ? അച്യുതമേനോൻ മാന്യനാണ്, ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷേ ഈ തമിഴ്നാട് സർക്കാരിന്റെ 100 കോടി രൂപ എല്ലാ കൊല്ലം ബഡ്ജറ്റിൽ വരുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഓഡിറ്റ് ഇല്ലാത്ത 100 കോടി രൂപ അതെവിടെ പോകുന്നു? അത് അന്വേഷിക്കണ്ടേ? കേരളത്തിൽ ഏതൊക്കെ മാന്യന്മാർ രാഷ്ട്രീയക്കാർക്ക് തമിഴ്നാട്ടിൽ സ്ഥലമുണ്ട്, ഇതൊന്നും അന്വേഷിക്കണ്ടേ? അന്വേഷിക്കുമ്പോൾ ഈ ഡാമിലെ 35 ലക്ഷം ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡാം ഇവിടെ നിലനിൽക്കുന്നതിന്റെ കാര്യം മനസ്സിലാവുന്നതാണ് എന്റെ അഭിപ്രായം. സാർ, ഇതിനു മുമ്പ് 2012 പിന്നെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായിയും പിന്നെ ഉടുമ്പൻചോല അല്ലെ സാർ നമ്മുടെ MLA ആയിരുന്ന അല്ല ഇപ്പോഴത്തെ നമ്മുടെ MM മണി സാറും ഒക്കെ പറഞ്ഞിരുന്നത് എന്ത് വർത്തമാനമാണ്? ഇപ്പൊ എന്താ സാർ? അന്ന് ഡാമിന് ബലമില്ല, അന്ന് ഡാം പൊളിച്ചു കളയണമെന്നും പുതിയ ഡാം പണിയണമെന്നും പറഞ്ഞ് ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭം നടത്തിയ ആളാണ് പിണറായി വിജയൻ, MM മണി തുടങ്ങിയവർ. ആ മാന്യന്മാരെ ഇപ്പൊ പറയുന്ന പണിയെന്താ? അതായത് തമിഴ്നാടിന്റെ എന്തോ ഫൗൾ പ്ലേ ഉണ്ടെന്നുള്ള ഉറപ്പല്ലേ? സാറ് പറയുന്നത് പോലെ ഇത്തരത്തിൽ അനധികൃതമായ ഒരു ഫണ്ട് ഒരുപക്ഷെ ഒരു ഓഡിറ്റിംഗ് ഇല്ലാത്ത ഒരു ഫണ്ട് വരുന്നുണ്ട് അല്ലേ സാർ? അതാണോ കാരണം? അതായത് 100 കോടി രൂപ. ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല. ഞാൻ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ ആയിരുന്നപ്പോ 5 പ്രാവശ്യം
നമ്മുടെ മുല്ലപ്പെരിയാർ സന്ദർശിക്കുകയും ഈ ഡാം പൊളിച്ചു മാറ്റി വേറെ പുതിയ ഡാം പണിയെന്ന് പറയുകയും ചെയ്തയാളാണ്. റിപ്പോർട്ട് നിയമസഭ വെച്ച് പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഇത് ഇടാൻ പൊളിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പോകുന്നതിന്റെ രണ്ടാമത്തെ ദിവസം ഈരാറ്റുപേട്ട വന്ന് തമിഴ്നാട്ടിൽ നിന്ന് വലിയ കൂടിയ ആളുകള് അവരെന്നോട് പറഞ്ഞൊക്കെ എന്നെ മനസ്സിലുണ്ട്. ഞാൻ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് ഇറക്കി വിടേണ്ടി വന്നു, മനസ്സിലായില്ലേ? അപ്പൊ അവരെന്നാ ചെയ്യുന്നത് എനിക്ക് അന്നേരം മനസ്സിലായി. എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ ഗെറ്റ് ഔട്ട് പറഞ്ഞെങ്കിൽ അങ്ങനെ ഗെറ്റ് ഔട്ട് പറയാത്ത മാന്യന്മാരൊക്കെ കേരളത്തിൽ ഒത്തിരി ഉണ്ട്. അവരെല്ലാം ഇത് കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ കുഴപ്പം. ഇത് ഒളിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. അതെ സാർ, ഒരു സംശയം ചോദിച്ചാൽ സാർ, ഈ പുതിയ ഡാം നിർമ്മാണം എന്ന് പറയുമ്പോൾ പരിസ്ഥിതി ലോലമായ ആ പ്രദേശത്ത് എങ്ങനെയാണ് സാർ പുതിയ ഡാമിന്റെ നിർമ്മാണം നടക്കുന്നത്? എങ്ങനെ പ്രായോഗികമാണെന്ന് പറയും? അത് നടക്കാന്ന് പറഞ്ഞു. ഇപ്പം ഈ ഡാം പണിത് എങ്ങനെയോ ആ മാനദണ്ഡപ്രകാരം തന്നെ ആ ഡാമിൽ നിന്ന് 1300 അടി താഴെ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ പണിതുണ്ടാ മതി. ഉരുൾപൊട്ട മേഖലയാണ്, അല്ലെങ്കിൽ എർത്തേക്ക് ഉണ്ടാവും. എർത്തേക്ക് മേഖലയിൽ മുല്ലപ്പെരിയാർ നിൽക്കുന്നു ഇപ്പം. കേരള കർണാടക ബോർഡറിലൊക്കെ അല്ലേ സാർ ഈ പുതിയതായിട്ട് വരുന്ന ഡാമിന്റെ ഒരു ഭാഗമൊക്കെ ഡാം കെട്ടേണ്ടി വരിക? അല്ല, കർണാടകമായിട്ട് ഒരു ബന്ധമില്ല. കേരളത്തിന്റെ മണ്ണിൽ തന്നെയാണ്. കേരളം. അപ്പൊ ഏതൊക്കെ ഭാഗം വരും സാർ? ഏതൊക്കെ സംസ്ഥാനങ്ങൾ വഴി വരും? ഇപ്പൊ വെള്ളം പൊട്ടിയ കുഴപ്പമോ? അതെ, വെള്ളം പൊട്ടിയ കുഴപ്പമില്ല. സംസ്ഥാനങ്ങളൊന്നുമില്ല. കേരളത്തിന് 5 ജില്ല കാണുന്നില്ല. എത്ര 5 ജില്ല കാണത്തില്ല, ശരിയാണ്. പക്ഷെ ഡാം പുതുക്കി പണിയുമ്പോൾ അത് ഏതെല്ലാം ഭാഗത്ത് കൂടെ ചെയ്യേണ്ടി വരും? ഏതൊക്കെ സ്റ്റേറ്റുകൾ? ഒരു സ്റ്റേറ്റിന്റെ അവതാരം വേണ്ട. തമിഴ്നാടും കേരളത്തിന്റെ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഡാം ഇരിക്കുന്നത്. 1300 അടി നേരെ താഴെ അളന്നിട്ട് വെച്ച് അവിടെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ പണിതച്ചാൽ മതി. അവിടെ കേരളത്തിനും തമിഴ്നാടും അല്ലാതെ തമിഴ്നാട് കാശ് മുടക്കുക, കേരളം സ്ഥലം കൊടുക്കുക, ഇൻസ്പെക്ഷൻ ചെയ്യാൻ നടത്തുക. അത്ര ഒരു കാര്യമില്ല. അപ്പോ ഈ പറയുന്ന പരിസ്ഥിതി ലോല പ്രശ്നമൊന്നും അവിടെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് സാർ പരിസ്ഥിതി ലോല പ്രശ്നമില്ല. പിന്നെ അന്ന് തന്നെ പരിസ്ഥിതി ലോലം ഈ 130 കൊല്ലമായിട്ട് പരിസ്ഥിതി ലോല പ്രദേശം കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ തന്നെ 1300 താഴെയാണ് ഇപ്പൊ പരിസ്ഥിതി ലോലം. അതൊക്കെ എന്നെ മനസ്സിൽ വെച്ചേക്കാൻ പ്രവേശിച്ചാൽ മതി.